ക്രിസ്തുവേശുവിൻ നസ്തുല്യ നാമത്തിൽ ഒയാസിസ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ, ആദരവുകൾ, പുതുവത്സരത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ, സന്തോഷ സമൃദ്ധികൾ കർത്താവിൻ്റെ ധന്യനാമത്തിൽ ആശംസിക്കുകയും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2024 ആണ്ട് കർത്താവ് ജയോത്സവമായി നമ്മെ നടത്തി. വിസ്മയവും ഭയങ്കരവുമായ സംഭവങ്ങളുടെ ഒരു വർഷമായിരുന്നു. പക്ഷേ അതിലൊന്നും വീഴാതെ, താഴാതെ, കുഴയാതെ, വഴങ്ങിപ്പോകാതെ കർത്താവിൻ്റെ കൃപ നമ്മെ താങ്ങി. വഴുതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു എന്ന് നാം പാടുന്നത് പോലെ അഭിമാനത്തോടെ പാടാനും 2025 പദമൂന്നാനും കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ദൗത്യ നിർവഹണത്തിൽ ആത്മാർത്ഥതയുള്ളവരായി, വിശുദ്ധ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രതയുള്ളവരായി, കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും ഇടപെടുന്നതിലുമെല്ലാം സുതാര്യതയുള്ളവരായി മാറാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ആണ്ട് അറുതിയുടെയും അതിൻ്റെ പിറവിയുടെയും ഒക്കെ കാരണങ്ങൾ കൊണ്ട് കുറേ തിരക്കുകൾ, യാത്രകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സൗകര്യപ്രദമായി നമ്മുടെ എപ്പിസോഡുകൾ ക്രമീകരിക്കാൻ കഴിയാതെ പോയി. അതിൽ ഖേദമറിയിക്കുന്നു. നിങ്ങൾ പലരും വിളിച്ചു ചോദിക്കുകയും അടുത്ത എപ്പിസോഡിനെക്കുറിച്ച് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തന്ന മെസ്സേജുകൾ, ഫോൺ കോളുകളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും പ്രചോദനവും ആകുന്നുണ്ട്. ഒയാസിസ് മീഡിയയുടെ സമർപ്പിതരും സാമർഥ്യമുള്ളവരുമായ എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അധ്വാനിച്ച് അവർ ചെയ്യുന്ന ഈ മഹത്തായ ശുശ്രൂഷയുടെ സുഗമമായ നടത്തിപ്പിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവനും കർത്താവ് നമ്മെ ദേവോത്സവമായി നടത്തുമ്പോൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി നമ്മൾ കൂടുതൽ പ്രയോജനപ്രദമായി മാറേണ്ടതിന് നമ്മെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. അരികുരച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ഉന്നം പഴയ്ക്കാത്ത ഉപകരണങ്ങളായി കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കുമാറാകട്ടെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ തുടക്കമാണ് നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ കണ്ടെത്തിയത് എന്നുള്ളത്, പഠിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ യാത്ര ചെയ്ത ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് നാസിക്, മഹാരാഷ്ട്ര, അവിടെ എത്തിയപ്പോൾ അവിടെ പരിചയപ്പെട്ട ചില മലയാളികളായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഒയാസിസ് മീഡിയയുടെ എഫെസ്യ ലേഖന പഠനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി, വാദോരാതെ സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ മൈസൂരിനടുത്ത ചില മേഖലകളിലായിരുന്നു. അവിടെയെല്ലാം ഗുണ്ടൽപേട്ട് തുടങ്ങിയുള്ള ജലദേശങ്ങളിലായിരുന്നു. അവിടെയുള്ള ദൈവമക്കളൊക്കെ തന്നെ ഒയാസിസ് മീഡിയയുടെ എഫെസ്യ ലേഖനത്തിനു വേണ്ടി ശ്രദ്ധിക്കുന്നവരും കാത്തിരിക്കുന്നവരുമാണെന്നറിഞ്ഞപ്പോൾ എപ്പിസോഡുകൾ മുടങ്ങിപ്പോകാതെ തുടർമാനമായിട്ട് ഇത് ചെയ്തു പോകണമെന്നുള്ള ഒരു വലിയ ആത്മഭാരവും കൂടെ എനിക്ക് ലഭ്യമാകാൻ കാരണമായി. അതുകൊണ്ട് തന്നെ 2025 എപ്പിസോഡുകൾ കുറഞ്ഞു പോകാതെ എഫെസ്യ ലേഖനം മാത്രമല്ല മറ്റുതര ലേഖനങ്ങളിലേക്ക് കൂടെ നമുക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എഫെസ്യ ലേഖനം തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി, നമ്മളതിനെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് കർത്താവ് വീണ്ടും പോലെ ഭംഗിയാക്കി തരാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവർക്കും ക്രിസ്തുവിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനമറിയിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിന് യോഗ്യമാകും വണ്ണം, വിളിക്ക് യോഗ്യമാകും വണ്ണം, സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം, വിശുദ്ധന്മാർക്ക് യോഗ്യമാകും വണ്ണം, മാനസാന്തരത്തിന് യോഗ്യമാകും വണ്ണം, അങ്ങനെ ആക്സിയോസ് എന്ന പ്രയോഗത്തെ ആസ്പദീകരിച്ചുകൊണ്ട് നമ്മൾ വിവിധ വിചാരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 4-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വേദഭാഗമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, 4, 5, 6 അധ്യായങ്ങൾ പൗലോസിൻ്റെ പ്രബോധനങ്ങളാണ്, പ്രായോഗിക പ്രബോധനങ്ങളാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ആത്മീക പ്രബോധനങ്ങൾ, ആത്മീയ ഉപദേശങ്ങളായിരുന്നു. ആത്മീയ ഉപദേശം ഞാൻ പറഞ്ഞല്ലോ, ദത്തെടുപ്പ്, തെരഞ്ഞെടുപ്പ്, മുൻ നിയമനം, വീണ്ടെടുപ്പ്, അങ്ങനെയുള്ളതായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആത്മീയ ഉപദേശങ്ങളായിരുന്നു. പക്ഷേ 4-ാം അധ്യായം മുതൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ദത്തെടുക്കപ്പെട്ട വ്യക്തി, മുൻ നിയമിക്കപ്പെട്ട വ്യക്തി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി എങ്ങനെയാണ് പാർത്തലത്തിൽ ജീവിക്കേണ്ടത്, ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, എന്താണ് അവൻ തള്ളേണ്ടത്, എന്താണ് അവൻ കൊള്ളേണ്ടത്, എന്താണ് അവൻ ആകേണ്ടത്, എന്താണ് അവൻ ആയിക്കൂടാത്തത് എന്നിത്യാദി വസ്തുതകളെ വകതിരിച്ച് നമുക്ക് നൽകിത്തരുന്ന അനുഗ്രഹിത പ്രബോധനങ്ങളാണ്. ആ പ്രബോധനങ്ങളെ
നമ്മൾ നന്നായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ വിഷയ പഠനത്തിന് നിങ്ങൾക്ക് കൂടുതൽ തെളിച്ചമുണ്ടാകേണ്ടതിന് പ്രബോധനങ്ങളെ മൊത്തത്തിൽ ഈ എപ്പിസോഡിൽ ഒന്ന് പരാമർശിക്കുന്നു. അതിനുശേഷം അതോരോന്നും നമുക്ക് വിശദീകരിച്ച് പഠിക്കാൻ ഇടയാകട്ടെ. 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലെ പ്രബോധനം എന്ന് പറയുന്നത് വിളിക്ക് യോഗ്യമാകും വണ്ണം നാം നടക്കേണ്ടത് എങ്ങനെയാണ് എന്ന വസ്തുത നമുക്ക് ബോധ്യമാക്കി തരികയാണ്. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്ന നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറഞ്ഞിട്ട് 2-3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 5 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ 5 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ ആ 5 കാര്യങ്ങളെയും വിശദീകരിച്ച് പഠിക്കുന്നുണ്ട് എന്ന കാര്യം ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതങ്ങനെ പറഞ്ഞുവിടാൻ മാത്രമല്ല, ഓരോന്നിനെയും നമ്മൾ ചിന്തിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെ? 1 പൂർണ്ണ വിനയം, 2 സൗമ്യത, 3 ദീർഘക്ഷമ, 4 സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, 5 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളുടെ പ്രബോധനമാണ് 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഐക്യതയ്ക്ക് വേണ്ടിയുള്ള 7 കാര്യങ്ങളുടെ പ്രബോധനമാണ്. ഐക്യം നാം സൂക്ഷിക്കണം. ഐക്യം നമ്മൾ പലപ്പോഴും മലയാളത്തിൽ ഐക്യത എന്ന് പറയാറുണ്ട്. ഐക്യത എന്ന് പറയുന്നത് ഒരു അപശബ്ദമാണെന്നാണ് മലയാള സാഹിത്യകാരന്മാരുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് ഐക്യത എന്ന് പറയാൻ പാടില്ല, പകരം ഐക്യം എന്നാണ് പറയേണ്ടത് എന്നാണ് അവർ നിഷ്കർഷിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐക്യം എന്ന് തന്നെ പറയുന്നത് മലയാള ഭാഷയോടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിരിക്കും. അപ്പം ഐക്യം നാം സൂക്ഷിക്കേണ്ടതിനുള്ള 7 കാര്യങ്ങളെ അക്കമിട്ട് നിരത്തുന്നതാണ് നമുക്ക് 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. അത് കനത്ത ഒരു പ്രബോധനമാണ്. നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകയോട്, നമ്മുടെ ജനതയോട് നമുക്ക് അവസരം കിട്ടുന്നിടത്തൊക്കെ ഐക്യം സൂക്ഷിക്കേണ്ടതിന് നാം സൂക്ഷിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചുള്ള ആ പ്രബോധനം കൊടുക്കുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവെന്ന തലയോളം വളരേണ്ടതിന് നൽകി തന്നിട്ടുള്ള ആത്മീയ പ്രബോധനങ്ങളാണ്. ക്രിസ്തുവെന്ന തലയോളം നാം വളർന്നേ മതിയാകുകയുള്ളൂ. അതിൻ്റെ വാക്യങ്ങൾ അതിൻ്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണത്. അതിനകത്ത് തന്നെ സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടുന്നതായിരിക്കുന്ന ഔദ്യോഗിക വൃന്ദങ്ങളുടെ നിയമനം വരെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവെന്ന തലയോളം നമ്മൾ വളരണം. ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിൻ്റെ പ്രായത്തിൻ്റെ അളവിലേക്ക് നമ്മൾ വരണം. ക്രിസ്തുവെന്താണോ അതുപോലെ നാം ആയിത്തീരണം എന്നുള്ളതാണ്. ടു ബി മോർ ലൈക്ക് ജീസസ്. അതിനുവേണ്ടി നൽകി തന്നിട്ടുള്ള 5 വിധമായിരിക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രബോധന ഭാഗമാണ് 7 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ എന്ന് നമ്മൾ അറിയണം. അടുത്തത് ജാതികളുടെ തനിമ അനുകരിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി നാം നടക്കണമെന്നുള്ളൊരു പ്രബോധനമാണ് 4-ന്റെ 17-ാമത് വാക്യം. 4-ാം അധ്യായം അതിൻ്റെ 17, 18, 19, 20 വാക്യങ്ങളെല്ലാം ജാതികളെ പോലെ നമ്മൾ നടക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവമക്കൾ എന്നുള്ള പദവിയും അതിൻ്റെ ഔന്നത്യവും നാം സൂക്ഷിക്കണമെന്നുള്ള കനത്ത പ്രബോധനങ്ങൾ 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. ഇനി നിങ്ങൾ ജാതികളെ പോലെ നടക്കരുത്. പ്രിയമുള്ളവരെ, മുമ്പ് ഞാൻ പരാമർശിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ ഇനി എന്ന പ്രയോഗം പുതിയ നിയമലേഖനങ്ങളിൽ ഇനി എന്ന പ്രയോഗം നിരവധി ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഇനി എന്ന പ്രയോഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തേ പറ്റുള്ളൂ. ഉദാഹരണം ഞാൻ പറയാം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ഇനി എന്ന് പറയുന്നുണ്ട്. അതെവിടെയാണ്? 6-ാം അധ്യായം 2-ാം വാക്യം, 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഈ 3 വാക്യങ്ങളിലും ഇനി എന്ന് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ സ്നാനപ്പെട്ടു, ഇനി പാപത്തിൽ ജീവിക്കരുത്. 6-ന്റെ 2-ാം വാക്യം. അടുത്തത്, നിങ്ങൾ സ്നാനപ്പെട്ടു, ഇനി പാപത്തിന് അടിമയാകരുത്. 12-ാം വാക്യം എന്താ പറയുക? നിങ്ങൾ സ്നാനപ്പെട്ടു, ഇനി പാപം നിങ്ങളുടെ മർത്തി ശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. അപ്പോൾ ഇനി എന്ന വാക്കിൻ്റെ ആ പ്രസക്തി മനസ്സിലായോ? സ്നാനപ്പെട്ട വ്യക്തിയോട് പ്രബോധിപ്പിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാഠ്യഭാഗമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും 6-ാം വാക്യവും 12-ാം വാക്യവും. നമ്മൾ ഈ സ്നാനത്തിന് മുമ്പ് ക്ലാസ് എടുക്കാറുണ്ടല്ലോ. നാളെ 10 മണിക്ക് സ്നാനമുണ്ട്, എല്ലാ പ്രിയപ്പെട്ടവരും 8 മണിക്ക് തന്നെ സഭാ ഹാളിൽ എത്തിച്ചേരേണ്ടതാണെന്നൊക്കെ അനൗൺസ് ചെയ്തിട്ട് എല്ലാവരെയും രാവിലെ 8 മണിക്ക് തന്നെ കൂട്ടി ആ 2 മണിക്കൂർ
അനുഗ്രഹീതമായൊരു സ്നാനത്തിൻ്റെ ക്ലാസ്, സ്നാനത്തിൻ്റെ ആവശ്യകത, സ്നാനത്തിൻ്റെ ദൈവശാസ്ത്രം, സ്നാനത്തിൻ്റെ രീതിശാസ്ത്രം, സ്നാനത്തിൻ്റെ സമയം, അതിൻ്റെ അകത്തെ ആത്മീയ ഉപദേശങ്ങളെല്ലാം വിസ്തരിച്ചുകൊണ്ട് ദീർഘമായ ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ജയം ജയം ഹല്ലേലൂയ പാടി കുളത്തിലേക്ക് ജാഥയായിട്ട് പോവുക. ഓക്കെ, അതാണ് നമുക്ക് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടവരാരും അങ്ങുമിങ്ങും പോകരുത്, അവർക്ക് ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ട് എന്നെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ക്ലാസ് എടുക്കാത്തതിൻ്റെ കുഴപ്പം സഭാതലങ്ങളിലെല്ലാം ഉണ്ട്. സ്നാനപ്പെട്ട വ്യക്തി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ പോരാ, അവരറിയേണ്ട ഇനി 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 എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. ആഫ്റ്റർ ദ ബാപ്റ്റിസം, സ്നാനപ്പെട്ട ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കാൻ പാടില്ല, സ്നാനപ്പെട്ട വ്യക്തി പാപത്തിന് അടിമയാകരുത്, സ്നാനപ്പെട്ട വ്യക്തിയുടെ മർത്യശരീരത്തിൽ പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴാതിരിക്കണം. അതിനു വേണ്ടുന്ന പ്രബോധനങ്ങൾ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനി എന്ന പദമാണ്. അപ്പം ലേഖനങ്ങൾ വായിച്ചു വരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇനി എന്നൊരു പ്രയോഗമുണ്ടെങ്കിൽ വിട്ടുകളയരുത്. കുഞ്ഞു പദമാണെങ്കിലും വലിയ ആശയം അതിനകത്ത് ദൈവാത്മാവ് വാരി നിറച്ചിട്ടുണ്ട് എന്ന് നാം അറിയണം. ഇവിടെ 17ാമത് വാക്യത്തിൽ ഒരു ഇനി എന്ന പ്രയോഗമുണ്ട്. ഇനി ജാതികളെപ്പോലെ നടക്കരുത്. ദൈവസഭയ്ക്ക് മൊത്തത്തിലല്ല, ആഗോള വ്യാപകമായി സഭാന്തരീക്ഷത്തെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അതിൻ്റെ ആഘോഷങ്ങളും ആമോദങ്ങളും ആനന്ദങ്ങളും വിട്ട് പുറത്തു വന്ന പല പ്രിയപ്പെട്ടവരും സഭയ്ക്കകത്താണ് എന്ന് വന്നാൽ പോലും അവർക്ക് ഇന്നും ജാതീയമായ ആചാരങ്ങളോട് പറ്റുമാനമുള്ളവരായി നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. സഭയ്ക്ക് ആക്ഷേപമുണ്ടാക്കുന്നൊരു നിലപാട് തന്നെയാണത്. അവർ പല ആചരണങ്ങളുടെയും പിന്നാലെ പോകാറുണ്ട്. അത് നമുക്ക് ബോധ്യമാകുന്ന കാര്യം, ഞാൻ തുറന്നു പറയേണ്ട കാര്യമില്ല. സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഉള്ളതുപോലെ തന്നെ അവർ നിന്നിരുന്ന പഴയ തട്ടകത്തിൽ മെമ്പർഷിപ്പുള്ള നിരവധി ആളുകളുണ്ട്. പല പാർട്ടികൾ മെമ്പർഷിപ്പുള്ള ചില വിദ്വാൻമാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ പല മേഖലകളിൽ മെമ്പർഷിപ്പുള്ള ആളുകളുണ്ട്, പല മേഖലകളിലും. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചറിയണം, ഈ ജാതീയമായിരിക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാടെ വിട്ടുകളയാതെ ദൈവസഭയ്ക്കകത്ത് നിൽക്കുകയും ദൈവസഭയുടെ അനുഷ്ഠാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ദൈവസഭയുടെ അംഗത്വം എന്ന് പറയുന്നത്, ദൈവസഭയുടെ തനിമയെന്ന് പറയുന്നത് ജാതീയമായിരിക്കുന്ന സകല സംഗതികളെയും വിട്ടുകൊണ്ടാകണം. അതിനു വേണ്ടുന്ന കനത്ത പ്രബോധനമാണ് 17 മുതൽ ഏതാണ്ട് ഈ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനിയും 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രബോധനം എന്താണെന്നറിയാമോ? അത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനാകേണ്ടതിന് വേണ്ടിയുള്ള ശക്തമായ പ്രബോധനമാണ്. അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട്. ഞാനിതിങ്ങനെ ഓടിച്ച് പറഞ്ഞു വിട്ട് ആ ഭാഗത്തെ വിട്ടുകളയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ പ്രബോധനങ്ങളെ മൊത്തത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 22 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളിൽ പഴയ മനുഷ്യനെ നാം ഉപേക്ഷിക്കണം, പാടെ ഉരിഞ്ഞു കളയണം. കൊലോസ്യലേഖനം 3:9 വാക്യം ഇവിടേക്ക് നമ്മൾ ലയിപ്പിച്ചാൽ ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല, ഉരിഞ്ഞു കളയണമെന്നാണ്. ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോൾ പഴയ മനുഷ്യനാരാ, പുതിയ മനുഷ്യനാരാണ് എന്നൊക്കെയുള്ള വിശദ പഠനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഒരു പ്രബോധനം എന്ന് പറയുന്നത് അതിൻ്റെ 25ാമത് വാക്യമാണ്. 25, 24 വരെയും പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക അഥവാ ഉരിഞ്ഞു കളയുക, പുതുമനുഷ്യനെ ധരിക്കുക എന്ന് 24 വരെ പറഞ്ഞിട്ട് അതിനകത്ത് അക്കമിട്ട് പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. സത്യത്തിൻ്റെ ഫലമായി നീതി, വിശുദ്ധി, ദൈവാനുരൂപം. എന്താണ് സത്യം, എന്താണ് നീതി, എന്താണ് വിശുദ്ധി, എന്താണ് ദൈവാനുരൂപം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 25ാമത് വാക്യത്തിൽ കനത്ത മറ്റൊരു പ്രബോധനം ആ ഒറ്റ വാക്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെ പറയുന്നത് നാം ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണമെന്നാണ്. ഭോഷ്ക് ഉപേക്ഷിക്കുക. എല്ലാവിധമായിരിക്കുന്ന വ്യാജ നടപടികൾ ജീവിതത്തിൽ വരാൻ പാടില്ല, ദാമ്പത്യത്തിൽ വരാൻ പാടില്ല, സാമ്പത്തിക കാര്യത്തിൽ വരാൻ പാടില്ല, ശുശ്രൂഷയിൽ വരാൻ പാടില്ല, സഭാതലങ്ങളിൽ വരാൻ പാടില്ല, സാമൂഹ്യ വ്യവസ്ഥയിൽ വരാൻ പാടില്ല. ഭോഷ്കിൻ്റെ ലാഞ്ചനയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം. എന്നിട്ട് സംസാരിക്കേണ്ടതോ സത്യം മാത്രമായിരിക്കണം എന്ന അനുഗ്രഹീതമായ പ്രബോധനമാണ് നമുക്ക് 25ാമത് വാക്യത്തിൽ കാണാൻ കഴിയുക. ഇനിയും 26 വാക്യത്തിൽ ഒരു പ്രബോധനം ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നാം കോപം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. കോപം പാപമാണ്, പക്ഷേ പാപത്തിനെതിരെയുള്ള കോപം പാപമല്ല എന്നൊരു തത്വമുണ്ട്. യേശു കോപിച്ചതായിട്ട് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. 1-2 സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ കോപം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വെറുതെ കോപം, വെറുതെ വൈകാരികമായ വിദ്വേഷ പ്രകടനമായിരുന്നില്ല, പകരം പാപത്തിനെതിരെയുള്ള കോപമായിരുന്നു. പാപത്തിൻ്റെ കനത്ത
ഒരു ശക്തിക്ക് നേരെയുള്ളതായിരിക്കുന്ന കർത്താവിൻ്റെ പ്രതികരണമാണ് കർത്താവിൻ്റെ കോപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ കോപത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, കോപതാപങ്ങളെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള പ്രബോധനമാണ് 26 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 27 വാക്യം വീണ്ടും ഒറ്റപ്പെട്ട ഒരു പ്രബോധനമാണ്. പിശാചെന്ന പ്രതിയോഗിക്ക് നാം ഇടം കൊടുക്കാതെ ജീവിതത്തെ എങ്ങനെ സംശുദ്ധമായി കാക്കാൻ കഴിയും. പിശാചിൻ്റെ നിയോഗങ്ങൾക്ക് നിർബന്ധങ്ങൾക്ക് വഴിപ്പെടാതെ പണയപ്പെട്ടു പോകാതെ നാം നമ്മെ തന്നെ കാക്കുകയും പിശാചിനെ പുറത്താക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമം എന്ന ആയുധം ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതമെന്ന ആയുധം ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ പിശാചിനെ തുരത്തി അവൻ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന സകല പഴുതുകളും അടച്ചുകൊണ്ട് ഒരു കാരണവശാലും പിശാചിന് അവകാശം പറയാനില്ല എന്നു വരുമാറുള്ള ഒരു ആത്മീയത നിലനിർത്തേണ്ടതിനുള്ള പ്രബോധനമാണ് 27 നമുക്ക് കാണാൻ കഴിയുക. 28 വാക്യം വീണ്ടും വിശേഷമായിരിക്കുന്ന മറ്റൊരു പ്രബോധനം തരുന്നു. അതെന്താണെന്നറിയാമോ? നമ്മൾ അധ്വാനശീലരായി മാറണം. ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുവാൻ ശ്രമിക്കരുത്. വേല ചെയ്യാത്തവൻ തിന്നാൻ പാടില്ല എന്ന് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്തെങ്കിലും മാന്യമായ തൊഴിൽ, എന്തെങ്കിലും വേല ചെയ്തിട്ട് കാര്യമില്ല, മാന്യമായ തൊഴിൽ ആർക്കും ആക്ഷേപം പറയാനില്ലാത്ത വിധം നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും നമ്മുടെ ആത്മീയതയും നമ്മുടെ സഭാജീവിതത്തെയും ഒക്കെ ആളുകൾക്ക് ബോധ്യമാകത്തക്ക നിലയിൽ അതിനോട് അനുസാരമായിരിക്കുന്ന തൊഴിൽ ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കണം, അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ല, എന്തും ചെയ്യാം. നോ, ദൈവസഭയുമായി ബന്ധപ്പെട്ട അങ്ങനെ ചെയ്യാൻ പാടില്ല. വിളിക്ക് യോഗ്യമാകും വണ്ണമുള്ള തൊഴിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പുതുതായിട്ട് മാറി വന്ന ഒരു ദൈവദാസന് കിട്ടിയ ഒരു പ്രാർത്ഥന വിഷയം, പാസ്റ്ററെ അച്ചായൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണേ. പുതുതായിട്ട് മാറി വന്ന പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അച്ചായൻ്റെ ബിസിനസ് എന്തോ എന്നറിയത്തില്ല. എന്നാൽ സമയത്തിൻ്റെ തിരക്കുകൊണ്ട് അദ്ദേഹം എന്തുവാ ബിസിനസ് ഒന്ന് ചോദിക്കാനും വിട്ടുപോയി. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തില്ല. അമ്മാമയ്ക്ക് അങ്ങ് ഭയങ്കര നിർബന്ധം, പാസ്റ്റർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിച്ചോളാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല. പാസ്റ്റർ ഇപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ പാസ്റ്റർ എന്ന് പറഞ്ഞു. തിരക്കാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ ദാസൻ്റെ തൊഴിൽ, ഉപജീവനത്തിന് വേണ്ടി താൻ ചെയ്യുന്ന തൊഴിലിനെ കർത്താവ് അനുഗ്രഹിക്കണം. അതിനെതിരെ പോരാടുന്ന പോരുകളെ ശാസിക്കണമേ. അതിനെതിരെ തുറിച്ച കണ്ണുകളെ കർത്താവ് കൈകാര്യം ചെയ്യണമേ. അസൂയാവഹമായി വീക്ഷിക്കുന്നവരെ കർത്താവ് അതിനു വേണ്ടുന്ന നടപടി എടുക്കണമേ. ആത്മാവിൽ ശക്തമായി പുതുതായിട്ട് വന്നതല്ലേ, അപ്പോൾ ഇടവകയുടെ മുമ്പിൽ തനിക്കൊരു മാന്യതയും കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അമ്മാമിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മാമി അങ്ങ് പോവുകയും ചെയ്തു. അവസാനം സഭയുടെ സെക്രട്ടറി വന്ന് പറഞ്ഞു, പാസ്റ്ററെ അത്രയും ശക്തമായ പ്രാർത്ഥന വേണമായിരുന്നു, അച്ചായൻ്റെ തൊഴിൽ എന്തുവെന്ന് വല്ലതും പാസ്റ്റർക്ക് അറിയാമോ? അത് അമ്മാമ്മ പറഞ്ഞായിരുന്നു. ഇല്ല, ഞാനത് ചോദിച്ചില്ല, അമ്മാമ്മ പറഞ്ഞതുമില്ല. തൊഴിൽ എന്തുവെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഇറച്ചി മീനും ഒക്കെ അദ്ദേഹം മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാചകം ചെയ്ത് ഷാപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന തൊഴിലാണ് പുള്ളി ചെയ്യുന്നത്. അപ്പം മീൻ ഇറച്ചിയൊക്കെ വാങ്ങി, പുള്ളി നല്ല കുക്കാണ്. അത് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ആ കറി പാത്രത്തിലാക്കിയിട്ട് ഷാപ്പുകളിൽ കൊണ്ട് വിതരണം ചെയ്യുക. ബാർ ഹോട്ടലുകളിലും അതുപോലെ കള്ള് ഷാപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഗ്രാമങ്ങളിലൊക്കെ ഷാപ്പുകളുണ്ട്. ആ ഷാപ്പുകൾ കൊണ്ട് വിതരണം ചെയ്യുന്ന ജോലിയാണ്. അത് പരിപോഷിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പാസ്റ്ററെ കൊണ്ട് അമ്മാമ്മ പ്രാർത്ഥിച്ചത്. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മതിയില്ലേ, എന്നാൽ പിന്നെ മോട്ടിക്കാൻ പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അപ്പം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. വിളിക്ക് യോഗ്യമാകും വണ്ണമുള്ള തൊഴിൽ, ദൈവത്തിന് യോഗ്യമാകും വണ്ണം, വിശുദ്ധന്മാർക്ക് യോഗ്യമാകും വണ്ണം, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം, മാനസാന്തരത്തിന് യോഗ്യമാകും വണ്ണം നമുക്ക് തൊഴിൽ ചെയ്യാനും കൂടെ കഴിയണമെന്ന പ്രബോധനമാണ് 28 വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. 29 വാക്യം വലിയ പ്രബോധനമാണ്. 29 വാക്യം എന്താണെന്നറിയാമോ? 29 പ്രബോധനം, ആകാത്തതൊന്നും നാവിൽ വരാൻ പാടില്ല. നല്ല വാക്ക് മാത്രം സംസാരിക്കണം. കേൾക്കുന്നവർക്ക് ആത്മീക വർധനമുണ്ടാകത്തക്ക നിലയിൽ നല്ല വാക്ക്, സംസാരത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് 29 വാക്യം. എഫെസ്യ ലേഖനം 4:29 സംസ്കാരമാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിന് തത്തുല്യമായ ഒരൊറ്റ വാക്യം. യാക്കോബ് ഒരു അധ്യായം മുഴുവനും സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ ഒരൊറ്റ വാക്യം കൊണ്ട് അതിനെ നമുക്ക് നൽകി തരികയാണ്. ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ വരരുത്. ആകാത്തത് സംസാരിച്ചിട്ട് വല്ലാതെ അബദ്ധത്തിലായിപ്പോയ നിരവധി ആളുകളുണ്ട്.
മനസ്സിലായോ? കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ ആവേശം കൊണ്ട് ആകാത്തത് സംസാരിച്ചു പോയത്. മോശയ്ക്ക് പണി കിട്ടിയത് എങ്ങനെയാണെന്നറിയാമല്ലോ. 106 സങ്കീർത്തനം 32 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ ആകാത്തത് സംസാരിച്ചു, അരുതരുതാത്തത് സംസാരിച്ചു, നാവുകൊണ്ട് അരുതരുതാത്തത് സംസാരിച്ചു. അത് യഹോവയ്ക്ക് അനിഷ്ടമായി മാറിയതുകൊണ്ട് നീ അവിടെ കടക്കയില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അവർ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു, അവൻ നാവുകൊണ്ട് അരുതരുതാത്തത് സംസാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. നീ മുറിക്കകത്തൂടെ കയറിയിറങ്ങി കൂടാരങ്ങളിലൂടെ പരതി നടന്നിട്ട് നിന്റെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുവന്ന ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർ മരിക്കണം. യാക്കോബ് ആവേശം കയറി പറഞ്ഞ വാചകമാണത്. മനസ്സിലായില്ലേ? അത് ദൈവം അങ്ങനെ തന്നെ കരുതി വെച്ചിരുന്നു. ഭർതൃഗ്രഹത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ, എന്ന് പറഞ്ഞാൽ ബത്ലഹേമിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ വഴിയിൽ വീണു മരിച്ചു. ഗ്രഹവിഗ്രഹം അടിച്ചു മാറ്റി അതിൻ്റെ മീതെ കയറിയിരുന്ന പുള്ളിക്കാരി ഭർത്താവ് പറഞ്ഞ വാചകം നിമിത്തമായിട്ട്, ഇനി പുള്ളിക്കാരി തന്നെ പറഞ്ഞ വേറൊരു വാചകമുണ്ട്, നീ എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാകും. ആത്മഹത്യാ ഭീഷണി ആദ്യം വേദപുസ്തകത്തിൽ മുഴക്കിയ പുള്ളിക്കാരി സൗന്ദര്യധാമമായിരിക്കുന്ന റാഹേലാണ്. അപ്പോൾ ഈ രണ്ട് മരണവാചകം കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ടപ്പോൾ വഴിയിൽ പട്ടട തീർന്ന ആളാണ് റാഹേൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയാമോ? നമ്മൾ ആകാത്തതൊന്നും സംസാരിക്കരുതെന്ന പ്രബോധനം 29 വാക്യം നമുക്ക് നൽകി തരുന്നുണ്ട്. മിര്യാമിനെ കുറിച്ചുകൂടെ പറയാതിരിക്കുന്ന നിർവാഹമില്ല. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ മരുഭൂമിയിൽ വെച്ച് മിര്യാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുവീൻ എന്നൊരു വാക്യമുണ്ട്. ആവർത്തനം 24:9 വാക്യം. അവിടെ എന്താ പറയുക? മിര്യാമിനോട് ദൈവം ചെയ്തത് ഓർത്തുകൊള്ളണം. ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നത് പോലെ മിര്യാമിനെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മിര്യാം വഴിയിൽ പട്ടുപോയ ആളാണ്. എന്തുകൊണ്ട്? നാവ് കൊണ്ട് അരുതരുതാത്തത് പറഞ്ഞതാണ് അതിൻ്റെ പ്രധാന കാരണം. സംഖ്യ 12, 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അവൾ പറഞ്ഞത് യഹോവ കേട്ടു. വേറെ ആരും കേട്ടില്ല, മോശ കേട്ടില്ല, പക്ഷേ യഹോവ കേട്ടു. അതിന് കനത്ത പണിയാണ് ദൈവത്തിൽ നമ്മൾക്ക് കിട്ടിയത്. കുഷ്ഠരോഗിണിയായി മാറി 7 ദിവസം പുറത്തുപോയി കിടന്നപ്പം രോഗം മാറി തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ അങ്ങ് എത്താൻ പറ്റിയില്ല, വഴിയിൽ വീണുപോയത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സംസാരത്തിൻ്റെ തത്വങ്ങൾ എന്താണ്, ആത്മീക സംസാരത്തിൻ്റെ തത്വങ്ങൾ എന്താണ് എന്ന് നമ്മളെ ബോധ്യമാക്കുന്നതാണ് 29 വാക്യം. 30 വാക്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള കനത്ത പ്രബോധനം. 4-ാം അധ്യായം എത്ര പ്രസക്തമാണെന്നറിയാമോ? 4-ാം അധ്യായത്തിൽ ആഗമനമായുള്ള പുനരാഗമനത്തിൻ്റെ ഒരൊറ്റ ചിന്ത 4:30 മാത്രമേ ഉള്ളൂ. വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. വീണ്ടെടുപ്പ് എപ്പോഴാണ്? നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിലാണ് സംഭവിക്കുക. അന്ന് അതിനുവേണ്ടി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള കനത്ത പ്രബോധനമാണ്. അപ്പോൾ ഓരോ വാക്യങ്ങളിലും ഇങ്ങനെ പ്രബോധനങ്ങളുടെ അനുഗ്രഹീതമായ ശൃംഖല നമുക്ക് 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 31 വാക്യം നമ്മൾ വായിക്കുമ്പോൾ 6 ദുർഗുണങ്ങളെ നാം വിട്ടൊഴിയണമെന്ന കനത്ത പ്രബോധനമാണ്. അപ്പം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ അധ്യായത്തിൽ ഈ വിധമായിരിക്കുന്ന പ്രബോധനങ്ങൾ, 6 ദുർഗുണങ്ങളെ നമ്മൾ വിട്ടുകളയണം എന്ന് വിശേഷവിധിയായി നമുക്ക് നൽകിയിരിക്കുന്ന പ്രബോധനമാണ് 31 അധ്യായം. അടുത്തത് 32 വാക്യം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ അനുകരിക്കണം. 5-ാം അധ്യായം 1 വാക്യത്തിന് സമാനമായ ഒരു പ്രയോഗമാണ് 31 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അടുത്തത് 5-ാം അധ്യായം മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും പ്രബോധനങ്ങളുടെ ഒരു വലിയ ശൃംഖല നമുക്ക് കാണാൻ കഴിയും. പ്രിയരെ, 4-ാം അധ്യായത്തിൽ ആകെയുള്ളതായിരിക്കുന്ന പ്രബോധനങ്ങളുടെ ഒരു ആകത്തുകയാണ് അവലോകനമായി ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് നൽകി തന്നത്. വിളിക്ക് യോഗ്യമാകും വണ്ണം നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശേഷമായിരിക്കുന്ന പ്രബോധനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരധ്യായമാണ് 4-ാം അധ്യായം. നമ്മളിനി ഇതിനകത്തുള്ള ഓരോന്നിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളിലെ പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ എന്നൊക്കെ തുടങ്ങുന്ന 5 കാര്യങ്ങൾ, അത് നമ്മുടെ വിളിക്ക് യോഗ്യമാകും വണ്ണം നാം നമ്മിൽ നിലനിർത്തിയേ മതിയാകുകയുള്ളൂ. വിളിക്കപ്പെട്ടവന് വേണ്ടുന്നതായിരിക്കുന്ന ഈ സദ്ഗുണങ്ങളുടെ വിശകലനങ്ങൾ നാം അറിയണം. അതിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഒരു കാര്യം ഓർക്കുക, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവർക്കൊരു സംസ്കാര തനിമയുണ്ട്, ഒരു വിശേഷപ്പെട്ട സംസ്കൃതിയുണ്ട്. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാൻ പാടില്ല. ആർക്കും ആക്ഷേപം പറയാനാവാത്ത വിധം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് എല്ലാ മേഖലയിലും, എല്ലായ്പ്പോഴും, എല്ലായിടത്തും, ഏത് പ്രായത്തിലും നിലനിർത്തിയേ പറ്റുകയുള്ളൂ.
ഞാൻ വയസ്സനെങ്കിലും നിങ്ങളോട് യുക്തമായത് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് പറയുന്ന ഒരേ ഒരു അപ്പോസ്തലൻ പൗലോസ് മാത്രമാണ്. ഫിലേമോൻ്റെ ലേഖനം 8-9 വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. വയസ്സനായ ശേഷം എനിക്ക് സുബോധം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എൻ്റെ ആത്മീക പക്വതയും പാകതയും എൻ്റെ ആത്മീക ആഠ്യത്വവും അന്തസ്സും അഭിമാനവും എങ്ങും പണയപ്പെട്ടു പോയിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ രക്തം പതഞ്ഞ ശിരാനരകളിലൂടെ ഒഴുകുന്ന കാലത്ത് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. ദമസ്കോസിൻ്റെ പ്രവേശന കവാടം മുതൽ അവിടം മുതൽ ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ ഇന്നും ഞാനിപ്പോൾ പ്രായമായി, പക്ഷേ എനിക്ക് ആത്മീക പക്വത പണയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്നും ഞാനത് സൂക്ഷിക്കുന്നു. എന്ന പോലെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ആത്മീക ജീവിതത്തിൽ എന്നെ വിളിച്ചിരിക്കുന്നവന് യോഗ്യമായി, വിളിക്ക് യോഗ്യമായി, വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം നിവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവകൃപാലുവായ കർത്താവ് നിങ്ങളുടെ പുതിയ തീരുമാനത്തെ അംഗീകരിച്ച് നിങ്ങളുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പകരട്ടെ. നമുക്കൊരുമിച്ച് വിളിക്ക് യോഗ്യമാകും വണ്ണം നിലകൊണ്ടുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യമായി നിലകൊള്ളാം. അതിന് കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിന് വിരാമം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.